Good morning, students. Today we are going to study surface and volume integrals. In the surface integral എന്താണെന്ന് നോക്കാം. The surface integral, any surface integral is an expression of the form integral v dot dA. V is any vector function and that vector function is taken product or dot product with a infinitesimal small area dA. The dA has a direction perpendicular to the surface. So there are two directions of perpendicular. So if the surface is closed, then the surface integral will become a closed surface integral. Now, if V represents flow of a fluid. So what is flow? Flow means mass of fluid per unit area per unit time. Then the integral of V dot dA represents the total mass per unit time passing through the surface. That is also called as flux. Surface integral എന്ന് പറഞ്ഞാൽ V dot dA ഇത് ഇൻ്റഗ്രലിനെയാണ് സർഫസ് ഇൻ്റഗ്രൽ. പക്ഷേ ഇവിടെ വി ഒരു വെക്റ്റർ ഫംഗ്ഷൻ ആയിരിക്കണം. ഡി എന്ന് പറയുന്നത് ഒരു ഏരിയ, ഇൻഫിനിറ്റിസിമൽ സ്മോൾ ഏരിയ, ചെറിയൊരു ഏരിയ ആയിരിക്കണം. ആ ഏരിയയ്ക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ ആ ഏരിയയുടെ നോർമൽ ആയിരിക്കും. സപ്പോസ് വി എന്ന് പറയുന്നത് വെക്റ്റർ ഫംഗ്ഷൻ, ആ വെക്റ്റർ ഫംഗ്ഷൻ ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വെക്റ്റർ ഫംഗ്ഷൻ ഒരു യൂണിറ്റ് ഏരിയ, ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ സ്ഥലത്ത് ഒരു സെക്കൻഡിൽ എത്ര ഗ്രാം ഫ്ലൂയിഡ് ഒഴുകുന്നു എന്നുള്ളത് ഡയറക്ഷൻ, ആ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിക്കുന്നതാണ് വെക്റ്റർ ഫംഗ്ഷൻ എങ്കിൽ, ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എ സൂചിപ്പിക്കുന്നത് ആ ഏരിയയിലൂടെ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏരിയ സർഫസിലൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ മുഴുവൻ സർഫസിലൂടെ എത്ര മാസ് ഫ്ലൂയിഡ് ആ സർഫസിലൂടെ പോകുന്നോ അതിനെയാണ് ഇൻ്റഗ്രൽ ഓഫ് വി ഡോട്ട് ഡി എ അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഫ്ലൂയിഡിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത്. സാധാരണയായി സർഫസ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആ സർഫസ്, നമ്മൾ എടുത്ത സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ചില വെക്റ്റർ ഫംഗ്ഷനുകൾ ആ സർഫസിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയുള്ള വെക്റ്റർ ഫംഗ്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ബൗണ്ടറി ലൈനിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ കാണപ്പെടുന്ന പടത്തിൽ ഈ കാണപ്പെടുന്ന സ്ഥലത്തിൽ ഈ സർഫസ് കാണുന്നു. ഒരു ചെറിയ ഒരു വലിയ സർഫസിലെ ഒരു ചെറിയ ഏരിയയാണ് ഡി എ. ആ ഡി എയുടെ ഡയറക്ഷൻ നോർമലാണ്. ആ ആരോ കാണിക്കുന്നത് ഡി എയുടെ ഡയറക്ഷനാണ്. ഇനി വേറൊരു സർഫസാണ് ക്യൂബ്. ക്യൂബ് എന്ന് പറയുന്ന ഒരു വോളിയം ആണെങ്കിലും ക്യൂബിന് 6 ഫേസ് ഉണ്ട്, 6 സർഫസ് ഉണ്ട്. അങ്ങനെ കാണാൻ സാധിക്കുന്നു. 1, 2, അതായത് പുറത്തേക്ക് 1, ഉള്ളിലേക്ക് 2, വലത്തോട്ട് 1, 3, ഇടത്തോട്ട് 1, 4, മുകളിലോട്ട് 1, 5, താഴോട്ട് 1, 6. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം.
Calculate the surface integral of V. ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 2xz x cap plus x plus 2y cap plus y into z square minus 3z cap over 5 sides excluding the bottom of the cubical box side 2 in the figure 1.23. Let upward and outward be the positive direction as indicated by the arrows. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവും. മുകളിൽ കാണിച്ചിരിക്കുന്ന ക്യൂബിൻ്റെ 5 സൈഡിലൂടെ ഈ ഫംഗ്ഷൻ്റെ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. താഴത്തെ ബോട്ടം ഫേസ് മാത്രം ഒഴിവാക്കുക. ഈ സൈഡുകൾ 2 നീളമുള്ള 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ നീളമുള്ളതാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ക്യൂബിൻ്റെ എല്ലാ സൈഡിനും 2 മീറ്റർ നീളമുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ സർഫസ് ഇൻ്റഗ്രലിലെ ഒന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് പുറത്തേക്കുള്ള സൈഡാണ്. പുറത്തേക്കുള്ള സൈഡ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? എവിടെ എന്താണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിനാണ്. അതായത് എക്സ് ആക്സിസിൽ നിന്നും ഒരു സ്ക്വയർ, എക്സ് ആക്സിസിൻ്റെ ഒരു 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അവിടെ മാറുന്നത് എന്താണെന്ന് നോക്കിയാൽ എക്സ് ഇസഡ് ആണ് മാറുന്നത്. അതായത് എക്സ് കോമൺ ആണെങ്കിലും വൈയും ഇസഡും മാറുന്നുണ്ട്. അപ്പോൾ വൈ ഇസഡ് മാറുന്നെങ്കിൽ ഡി എ എന്ന് പറയുന്നത് ഡി വൈ ഡി ഇസഡ് ആണ്. പിന്നെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ ഡയറക്ഷനാണ്, എക്സ് ക്യാപ്പാണ്. അപ്പോൾ എക്സ് ക്യാപ്പിൻ്റെ കൂടെ വരുന്നത് 2xz ആണ്. അപ്പോൾ 2xz ഡി വൈ ഡി ഇസഡ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡി ഇസഡിൻ്റെ കൂടെ ഡി വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈ, ഡി ഇസഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇസഡ് സ്ക്വയർ ബൈ 2. അപ്പോൾ എക്സിന് 2 കൊടുക്കാം. 2 × 2 4 ഇസഡ് ഡി ഇസഡ് ഡി വൈ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എ 4 × ഡി വൈയുടെ കൂടെ ആരുമില്ല, 4 × ഡി വൈ. ഇനി ഇസഡിൻ്റെ കൂടെ ഡി ഇസഡ്, ഇസഡ് ഡി ഇസഡ് 0 to 2. അപ്പോൾ ഡി വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈ കിട്ടും. ലിമിറ്റ് കൊടുത്താൽ 2. ഇസഡ് ഡി ഇസഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇസഡ് സ്ക്വയർ ബൈ 2. അപ്പോൾ 2 സ്ക്വയർ ഇസ് 4. 4 by 2 is 2. 2 × 2 4. 4 × 4 16. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സർഫസിലേക്ക് നോക്കാം. രണ്ടാമത്തെ സർഫസ് ബാക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സർഫസ് ബാക്കിലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. വൈയും ഇസഡും മാറുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻ ബാക്കിലോട്ടാണ്, അപ്പോൾ മൈനസ് ആണ്. വി ഡോട്ട് ഡി എ, ഡി എയുടെ വാല്യൂ അറിയാം. എക്സിൻ്റെ ഡയറക്ഷൻ മൈനസ് ആണ്. അപ്പോൾ വി ഡോട്ട് ഡി എ കണ്ടുപിടിക്കുന്നു. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വി ഡോട്ട് ഡി എ, വി എക്സിൻ്റെ കൂടെ വരുന്നത് 2xz ആണ്. -2xz ഡി ഇസഡ്. പക്ഷേ എക്സ് 0 ആയതുകൊണ്ട് ഇത് മൊത്തം ഇൻ്റഗ്രേറ്റിൽ 0 ആയിരിക്കും. ഇനി മൂന്നാമത്തെ സർഫസ് ഏതാണെന്ന് നോക്കാം. റൈറ്റിലോട്ട് പോകുന്ന സർഫസ് ആണ്. ഡയറക്ഷൻ വൈ ഡയറക്ഷനാണ്. പ്ലെയിൻ വൈ കോൺസ്റ്റൻ്റ് ആണെങ്കിലും എക്സും ഇസഡും മാറുന്നു. സോ ഡി എക്സ് ഡി വൈ ഇസഡ് ആണ്. വൈ 2 ആണ്. വി ഡോട്ട് ഡി എ, വൈയുടെ കൂടെ വരുന്നത് എക്സ് പ്ലസ് 2. സോ എക്സ് പ്ലസ് 2 ഡി എക്സ് ഡി ഇസഡ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സിൻ്റെ കൂടെ വരുന്നത് എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇസഡിൻ്റെ കൂടെ ഒന്നും വരുന്നില്ല. സോ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡി ഇസഡിൻ്റെ ഇൻ്റഗ്രൽ ഇസഡ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 2x. സോ 4 by 2 plus 2 × 4. 2 plus 4 6.
6 into 2 12. നാലാമത്തെ സർഫസ് നോക്കാം. ലെഫ്റ്റിലേക്കാണ്. എക്സ് 0 ആണ്. എക്സ് ഇസഡ് മാറുന്നു. ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ വി ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു വൈയുടെ കൂടെ വരുന്നത്, വൈ ക്യാപ്പിൻ്റെ കൂടെ വരുന്നത് എക്സ് പ്ലസ് 2. സോ എക്സ് പ്ലസ് 2 ഡി എക്സ് ഡി ഇസഡ് മൈനസ് ആണ്. സോ ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ 0 to 2 എക്സ് പ്ലസ് 2 ഡി എക്സ്. സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ട് ഇൻ്റഗ്രൽ, ഡി എക്സിന് സെപ്പറേറ്റ് ഇൻ്റഗ്രൽ, ഡി സെഡിന് സെപ്പറേറ്റ് ഇൻ്റഗ്രൽ ആക്കുന്നു. ഇനി അടുത്തത് അഞ്ചാമത്തെ സർഫസ് മുകളിലേക്കാണ്. അവിടെ ഇസഡ് കോൺസ്റ്റൻ്റ് ആണ്, എക്സും വൈയും മാറുന്നു. സോ ഡി എക്സ് ഡി വൈ. ഇസഡിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇസഡ് ക്യാപ്പ്. ഇസഡ് ക്യാപ്പിൻ്റെ കൂടെ വരുന്ന വെക്ടറിൻ്റെ കോമ്പണൻറ്റ് വൈ ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 3. സോ വൈ ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 3 ഡി എക്സ് ഡി വൈ. അതിനെ സെപ്പറേറ്റ്. ഇനി നമ്മൾ ഇവിടെ ഇസഡിൻ്റെ വാല്യൂ കൊടുക്കണം. 2 ആണ്. സോ 2 സ്ക്വയർ 4 മൈനസ് 3 1. സോ വൈ ഡി എക്സ് ഡി വൈ. ഇനി സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 0 to 2 ഡി എക്സ്. ഡി എക്സ് സെപ്പറേറ്റ് ആക്കി. ഇനി വൈനെ സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് 0 to 2 വൈ ഡി വൈ. വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ്. 2 ഇൻറ്റു 2 4. So total flux is 16 plus 0 plus 12 minus 12 plus 4 is 20. So that is the value of total flux. ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. വോളിയം ഇൻ്റഗ്രൽ എങ്ങനെയാണെന്ന് നോക്കാം. വോളിയം ഇൻ്റഗ്രൽ is an expression of the form integral t d tau. T is a scalar function and d tau is an infinitesimal volume element. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ശ്രദ്ധിക്കുമ്പോൾ അവിടെ വെക്റ്റർ ആയിരിക്കണം, ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ വെക്റ്റർ അല്ല, സ്കെലാർ ഫംഗ്ഷനാണ്. പിന്നെ ഒരു ഇൻഫിനിറ്റിസിമൽ ചെറിയൊരു വോളിയം എലമെൻ്റ് ആണ്. വോളിയം എലമെൻറ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, അതൊരു സ്കെലാറാണ്. The volume integral will give you total mass. Occasionally we can encounter volume integral over vector function. Sometimes, mostly vector functions വരാറില്ല, സ്കെലാർ ഫങ്ഷൻസ് ആണ് വരിക. വെക്റ്റർ ഫങ്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ വെക്റ്റർ കമ്പണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, കമ്പണൻ്റ് വൈസ് 3 സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ ഒരു സ്കെലാർ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഓവർ ദ പ്രിസം ഇൻ ഫിഗർ 1.24. ഒരു പ്രിസം തന്നിട്ടുണ്ട്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രിസത്തിൻ്റെ എക്സും വൈയും 1 ആണ്, ഇസഡ് മാത്രം 3 ആണ്. അപ്പോൾ ഇസഡ് മാത്രം 3 ലിമിറ്റ് കൊടുക്കുക, വൈയും എക്സും 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ ടിയുടെ വാല്യൂ എക്സ് ഇസഡ് വൈ സ്ക്വയർ. അപ്പോൾ ഇസഡ് സ്ക്വയർ ആദ്യം എഴുതുക, പിന്നെ വൈ, പിന്നെ എക്സ്. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഓരോന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇസഡ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇസഡ് ക്യൂബ് ബൈ 3. ഇനി ആദ്യം എക്സിനെ ഇൻ്റഗ്രേറ്റ്. ഇവിടെ എക്സും അതും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, വൈക്ക് പകരം വൈ ഇൻറ്റു ഡി വൈ, എക്സ് ഡി എക്സിന് പകരം എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2. അപ്പോൾ ആ 1/2 ഇവിടെ പുറത്ത് വന്നു. 1 മൈനസ് വൈ, എക്സിന് പകരം 1 മൈനസ് വൈ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം വൈ ലിമിറ്റിലേക്ക് മാറി. അവസാനം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3/8 കിട്ടും. നമുക്കിനി അടുത്തത് ഈ പ്രോബ്ലംസിൻ്റെ ഹോംവർക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ, കാൽക്കുലേറ്റ് ദ സർഫസ് ഇൻ്റഗ്രൽ, കാൽക്കുലേറ്റ് ദ വോളിയം ഇൻ്റഗ്രൽ. ഓക്കെ, ഇനി നമ്മൾ ഈ സർഫസ് ഇൻ്റഗ്രലിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ദ സർഫസ് ഇൻ്റഗ്രൽ can be defined component wise according to the definition of the surface integral of a scalar field. The result is a vector.
This applies, for example, in expression of the electric field at some point due to an electrically charged surface, or the gravity at some fixed point due to the sheet of a material. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ് ആണ് നമുക്ക് കിട്ടുക. അതൊരു സ്കെയിലാർ വാല്യൂ ആണ്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദ സർഫസ് പെർ യൂണിറ്റ് ടൈം. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്ന വെച്ചാൽ, ഇഫ് ദ വെക്ടർ ഫീൽഡ് ഇസ് ടാൻജൻഷ്യൽ ടു ദ സർഫസ് അറ്റ് ഈച്ച് പോയിന്റ് ദെൻ ദ ഫ്ലക്സ് ഇസ് സീറോ, ബിക്കോസ് ദ ഫ്ലക്സ് ജസ്റ്റ് ഫ്ലോസ് പാരലൽ ടു ദ സർഫസ്. ആ സർഫസിനെ ക്രോസ് ചെയ്തില്ലെങ്കിൽ ഫ്ലക്സ് സീറോ ആയിരിക്കും. ഇഫ് ദ വി ഡസ് നോട്ട് just flow along x, that is if we have both tangential and normal component, then the normal component only contributes to the flux. അഥവാ വെലോസിറ്റിക്ക് നോർമൽ കമ്പണൻ്റ് ഉണ്ടെങ്കിൽ നോർമൽ കമ്പണൻ്റ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. സർഫസിന് നോർമൽ ആണെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും ഫ്ലക്സിന്. ടാൻജൻഷ്യൽ കമ്പണൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. We come to the end of this class.